+1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പതിവ് വഞ്ചനയാവരുതെന്ന് SSF. ഈ വർഷം അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നീതിയുക്തമായ സീറ്റ് ലഭിക്കുന്നു എന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ +1 പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യമുണ്ടായതിന് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അവസാന ഘട്ടത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും 2 അംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കുകയാണ് സർക്കാർ ചെയ്തിരുന്നത്. ആകെ അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ എണ്ണവും ഗവൺമെന്റ് എയ്ഡഡ് സീറ്റുകളുടെ എണ്ണവും തമ്മിലെ അന്തരം സർക്കാരിന് നേരത്തെ അറിവുള്ളതാണ് എന്നിരിക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കഴിഞ്ഞ് പ്രതികരിക്കുന്ന രീതിയാണ് സർക്കാർ ഇത്തവണയും തുടരുന്നത്. വിഷയം പരിഹരിക്കുന്നതിനു വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട കമ്മീഷനുകൾ പറയുന്നത് പ്രകാരം 40 വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിൽ ഉണ്ടാകേണ്ടത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 35 വിദ്യാർത്ഥികൾ മാത്രമാണ് ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകേണ്ടത്. ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇത് 40 ആണ്. വിവിധ നിയമങ്ങൾ പ്രകാരവും ഈ നിലയിലാണ് വിദ്യാർത്ഥി അനുപാതം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഹയർ സെക്കൻഡറി നിയമവും നിഷ്കർഷിക്കുന്നത് ഇതേ അനുപാതം തന്നെയാണ്. എന്നാൽ മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ 70 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ കുത്തിനിറക്കപ്പെട്ടത് ഗൗരവത്തോടെ കാണണം. വിഷയം പഠിക്കാൻ ഇത്തവണ സർക്കാർ തല ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിലെ പോലെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാകരുത് നടപടി. വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുകയും ഈ വർഷം അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നീതിയുക്തമായ സീറ്റ് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. വരും വർഷങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്നും SSF സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് നിയാസ്, ജില്ലാ സെക്രട്ടറിമാരായ സ്വാദിഖ് നിസാമി, KP മുഹമ്മദ് അനസ്, TM ഷുഹൈബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.